കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്ത് വെച്ച പൊടികളൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്കുക. ശേഷം നമുക്കൊരു കുക്കർ അടുപ്പിൽ വയ്ക്കാം. കുക്കർ ചൂടായ പാടെ നമ്മളിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് തന്നെ 2 പട്ടേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഒന്ന് പകുതി വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്നോട് മൂത്ത് വരുന്ന സമയത്ത് തന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒന്നുകൊണ്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളെ മസാലപ്പൊടികളുണ്ടല്ലോ അതുകൂടി ഒന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ കൂടെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അധികം വെള്ളമാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പെരണ്ട കറിയാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളെ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുക. നമ്മളെ ചിക്കന് ഒറ്റ വിസിലിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ ഉള്ളിലത്തെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം, കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കറിയൊക്കെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.